ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സിൽവർ കാർപ്പ് ഫിഷ് ഫാമിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ ചെയ്ത പല വീഡിയോസ് നമ്മൾ കാർപ്പ് മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഫീച്ചേഴ്സ്, ഫാമിങ്, ബ്രീഡിങ്, അതുപോലൊക്കെ തന്നെ നമ്മളിന്ന് സിൽവർ കാർപ്പ് കൃഷിയെക്കുറിച്ചും സിൽവർ കാർപ്പ് കൃഷിയുടെ നേട്ടങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ദക്ഷിണ ഏഷ്യയിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്യുന്ന സൈപ്രിനൈഡ് മത്സ്യകുടുംബത്തിലെ ഒരു ശുദ്ധജല മത്സ്യമാണ് സിൽവർ കാർപ്പ്. പെട്ടെന്ന് വളർന്ന് വലുതാകുന്നവയും വാണിജ്യാടിസ്ഥാനത്തിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ വളരെ ലാഭം നേടിത്തരുന്നതുമായ ഈ കാർപ്പ് മത്സ്യം ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്നു. ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങളെപ്പോലെ പെട്ടെന്ന് വലിപ്പവും ഭാരവും വയ്ക്കുന്നതിനാൽ മറ്റേത് മത്സ്യങ്ങളെക്കാളും ഏറെ സിൽവർ കാർപ്പിനെ മത്സ്യകൃഷിയിൽ കർഷകർ ഉപയോഗപ്പെടുത്തുന്നു. 6 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ താപനിലയുള്ള ജലത്തിലും ഒഴുകുന്നതും നിശ്ചലവുമായുള്ള ജലസ്രോതസ്സുകളിലും നന്നായി വളരുന്ന സിൽവർ കാർപ്പ് മത്സ്യങ്ങൾക്ക് ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിലെ ഏത് കാലാവസ്ഥയിലും അതിജീവിക്കാനാവും. സിൽവർ കാർപ്പ് മത്സ്യങ്ങളെ പൊതുവായി സമ്മിശ്ര മത്സ്യകൃഷിയിലാണ് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത്. രോഹു, കട്ല, മൃഗാൽ തുടങ്ങിയ മത്സ്യങ്ങളോടൊപ്പം പെട്ടെന്ന് വളർന്ന് വലുതാകുന്ന ഇവ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മത്സ്യകൃഷി ലാഭകരമാക്കുന്നു. മറ്റ് കാർപ്പ് ഇനങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് വളർന്ന് വലുതാകുന്ന സിൽവർ കാർപ്പ് മത്സ്യത്തിന് 1.5 മീറ്റർ നീളവും 50 കിലോഗ്രാം ഭാരവും വയ്ക്കാനുള്ള കഴിവുണ്ട്. ഇനി സിൽവർ കാർപ്പ് മത്സ്യകൃഷിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിൽവർ കാർപ്പ് സസ്യഭുക്കാണ്. ആയതിനാൽ ലഭ്യമായ നാച്ചുറൽ ഫീഡ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഫീഡ് എന്നിവ ഭക്ഷിച്ച് വളരുന്നു. തീറ്റ ചെലവ് കുറയുന്നു. സിൽവർ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ കൃത്രിമ പ്രജനനം വഴി എളുപ്പത്തിൽ ലഭ്യമാക്കാവുന്നതാണ്. പോണ്ട് മാനേജ്മെൻറ്റ് വളരെ സിമ്പിളാണ്. കൂടാതെ ഹാർവെസ്റ്റിംഗ് പീരീഡ് മറ്റ് മത്സ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ കാലയളവാണ്. മറ്റ് കാർപ്പ് മത്സ്യങ്ങളോടൊപ്പം സമ്മിശ്ര കൃഷിയിൽ ഉൾപ്പെടുത്താവുന്നവയാണ് സിൽവർ കാർപ്പ് മത്സ്യങ്ങൾ. 6 മുതൽ 7 മാസങ്ങൾ കൊണ്ട് പെട്ടെന്ന് വളർന്ന് വലിപ്പവും ഭാരവും വയ്ക്കുകയും വിപണി കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഇനി സിൽവർ കാർപ്പിൻ്റെ കൃഷി രീതി, അതിൻ്റെ കൃഷി എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഫാമിംഗ് മെത്തേഡ്, പിന്നെ നമ്മൾ എങ്ങനെ പോണ്ട് പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ സീഡ് സ്റ്റോക്കിങ്, അതിൻ്റെ ഹാർവെസ്റ്റ്, മാർക്കറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ സിൽവർ കാർപ്പ് മത്സ്യകൃഷി എളുപ്പത്തിൽ തുടങ്ങാം. മത്സ്യകൃഷിയിൽ പരിചയം കുറവാണെങ്കിലും ലാഭകരവുമാക്കാം. മറ്റ് മത്സ്യങ്ങളെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി, അതിജീവിക്കാനുള്ള ശേഷി കൂടുതലാണ് സിൽവർ കാർപ്പ് മത്സ്യങ്ങൾക്ക്. കൂടാതെ വില കുറഞ്ഞ മത്സ്യത്തീറ്റയും കൈത്തീറ്റകളും ഭക്ഷണമാക്കി വളരെ വേഗം വലിപ്പം വയ്ക്കുന്നവയാണ് സിൽവർ കാർപ്പ് മത്സ്യങ്ങൾ. വീടിനോട് ചേർന്ന സ്ഥലത്തായിരിക്കണം സിൽവർ കാർപ്പ് മത്സ്യകൃഷി അല്ലെങ്കിൽ സമ്മിശ്ര കാർപ്പ് മത്സ്യകൃഷിക്ക് സ്ഥലം ഒരുക്കേണ്ടത്. കുളത്തിലേക്ക് നല്ല വെയിൽ കിട്ടണം. ആയതിനാൽ അതുപോലുള്ള സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ സ്ഥലം മാലിന്യ വിമുക്തമായിരിക്കണം. സിൽവർ കാർപ്പ് മത്സ്യകൃഷിക്ക് നാച്ചുറൽ പോണ്ട് അല്ലെങ്കിൽ മണ്ണെടുത്ത് കുഴിച്ച് ഒരു കുളം നിർമ്മിക്കുന്നതാണ് നല്ലത്. കോൺക്രീറ്റ് പടുത കുളങ്ങളിൽ ഈ മത്സ്യങ്ങൾ നന്നായി വളരില്ല. കുളത്തിൻ്റെ ആഴം 7 മുതൽ 9 അടിയും 1 ഏക്കർ വിസ്തൃതിയുമാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ വലിപ്പം വയ്ക്കുന്നവയാണല്ലോ സിൽവർ കാർപ്പ് മത്സ്യങ്ങൾ. അപ്പോൾ കുളത്തിന് മാക്സിമം വിസ്തൃതി ഉണ്ടാവുന്നത് നല്ലതാണ്. കൂടാതെ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ സിൽവർ കാർപ്പ് കൃഷി ചെയ്യുമ്പോഴത്തേനും വളരെ വിസ്തൃതി കൂടുന്നതും നല്ലതാണ്. പ്രകൃതിദത്തമായ തീറ്റകൾ കുളത്തിൽ തന്നെ ഉണ്ടാകുന്നതിനായി ഓർഗാനിക്, ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം. അതായത് കുമ്മായം, ചാണകമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പോണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്കറിയാം, വെള്ളമൊക്കെ ഉണ്ടെങ്കിലുള്ള നാച്ചുറൽ പോണ്ടിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നെല്ലാം വെള്ളമൊക്കെ മാറ്റി മറ്റ് മത്സ്യങ്ങളെയൊക്കെ നമ്മൾ പിടിച്ചു മാറ്റിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ചാണകവും കുമ്മായവും തളിച്ച് അതിനുശേഷം വെള്ളം നിറച്ച് വീണ്ടും pH കുറവാണെങ്കിൽ നമുക്ക് ചാണകവും കുമ്മായവും കലക്കി ഒഴിക്കാം. അതിനുശേഷം pH ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ pH അതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഇനി നമുക്കിതിൻ്റെ സീഡ് സ്റ്റോക്ക് ചെയ്യുന്ന കാര്യം, അതായത് കൃത്രിമ പ്രജനനം വളരെ വ്യാപകമായതിനാൽ ഹാച്ചറികളിൽ നിന്നും സിൽവർ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ ലഭ്യമാകും. പരിചയമുള്ള ഹാച്ചറികളിൽ നിന്നും ശ്രദ്ധിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങി കുളത്തിൽ നിക്ഷേപിക്കാം. മത്സ്യക്കുഞ്ഞുങ്ങളുടെ അതിജീവനവും ആരോഗ്യവും വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
ആദ്യ 1 മാസം നഴ്സറി കുളങ്ങളിലും അതിനുശേഷം 10 മുതൽ 12 സെൻറ്റിമീറ്റർ വലിപ്പം വയ്ക്കുമ്പോൾ ഇവയെ മെയിൻ പോണ്ടിലേക്കും നമുക്ക് മാറ്റാവുന്നതാണ്. ഒരേക്കറിൽ 25,000 മുതൽ 30,000 കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാവുന്നതാണ്. കുളത്തിലെ പ്ലവകങ്ങൾ, വിവിധ ആൽഗകൾ, ചെറുജീവികൾ, പ്രാണികൾ, സസ്യങ്ങൾ ഇവയെ സിൽവർ കാർപ്പ് ആഹാരമാക്കും. കൂടാതെ വാണിജ്യാടിസ്ഥാനത്തിൽ സിൽവർ കാർപ്പ് മത്സ്യകൃഷി ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള വളർച്ചയും ഹൈ ഡെൻസിറ്റി സമ്മിശ്ര കൃഷിയുമാണെങ്കിൽ സപ്ലിമെൻ്ററി ഫിഷ് ഫീഡും നൽകാവുന്നതാണ്. സിൽവർ കാർപ്പ് മത്സ്യങ്ങൾ വളരെ പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്നതിനാൽ പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. കൃഷി തുടങ്ങി 6 മുതൽ 8 മാസത്തിനുള്ളിൽ ഹാർവെസ്റ്റ് ചെയ്ത് വിപണിയിൽ എത്തിക്കാം. ഫ്രഷ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള മത്സ്യങ്ങൾക്കാണ് വിപണിയിൽ കൂടുതൽ ഡിമാൻഡ്. ആയതിനാൽ ഹാർവെസ്റ്റിന് ശേഷം ഒട്ടും താമസിക്കാതെ വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ മത്സ്യങ്ങൾ ഫ്രഷായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സിൽവർ കാർപ്പ് മത്സ്യകൃഷിയെക്കുറിച്ചാണ്. അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കാർപ്പ് മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കണും കൂടി അമർത്താൻ മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേജും നമ്മുടെ ഗ്രൂപ്പും ഫേസ്ബുക്കിലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങളും മത്സ്യകൃഷിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് പേജിലും നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മത്സ്യകൃഷിയെ സംബന്ധിച്ച്, അതായത് മത്സ്യക്കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ വിൽപ്പന, അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫീഡാണെങ്കിലും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യം അക്വാപോണിക്സ് യൂണിറ്റ് പോലുള്ള കാര്യങ്ങളാണെങ്കിലും, അതിനെക്കുറിച്ച് എന്തെങ്കിലും പരസ്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പിലും പേജിലും ഒക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനുള്ള എൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മത്സ്യകർഷകർക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.